ഹായ് എവ്രിവൺ, ബിസിനസ് ബസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എറ്റ്സി എന്ന പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും എന്താണ് എറ്റ്സി എന്നുള്ളത്. എറ്റ്സി എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റാണ്. എറ്റ്സി എന്ന ഈ ഒരു വെബ്സൈറ്റിൽ ഇവർ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല വിൽക്കുന്നത്. ലോകത്തിലെ പല ഭാഗത്തിരുന്നു കൊണ്ട് ചെറിയ ബിസിനസ് ഓണേഴ്സ് അവരുടെ വീടുകളിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ അവരുടെ ചെറിയൊരു ഓഫീസ് സെറ്റപ്പ് അവർ തന്നെ ഉണ്ടാക്കി അതിനകത്ത് ഇരുന്നുകൊണ്ട് അവർ യുണീക്കായിട്ടുള്ള സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ട്സാണ് ഇതിനകത്ത് വിൽക്കുന്നത്. നേരത്തെ ക്യുട്രോവ് എന്ന വെബ്സൈറ്റ് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു മിനി എറ്റ്സി പ്ലാറ്റ്ഫോമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്നുള്ളത്. എറ്റ്സിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് എക്സ്ക്ലൂസീവായിട്ട് അല്ലെങ്കിൽ യുണീക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ട്സാണ് ഇതിനകത്ത് നിങ്ങൾക്ക് വിൽക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ രജിസ്ട്രേഷൻസോ ലൈസൻസുകളോ ഒന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല. പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പേയ്പാൽ അക്കൗണ്ട് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതുമാത്രമാണ് ഇതിനകത്തൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം. കാരണം നിങ്ങൾ റിസീവ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഡോളേഴ്സിലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് റിസീവ് ചെയ്യാനായിട്ട് പേയ്പാൽ അക്കൗണ്ട് പല രാജ്യങ്ങളിൽ നിന്നും പേയ്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്നത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പേയ്പാൽ അക്കൗണ്ട് മാനേജ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പേയ്പാൽ അക്കൗണ്ട് എന്ന് പറയുന്നത് വേറെ പേടിക്കാനുള്ള സംഗതികളൊന്നുമല്ല. പേയ്പാൽ അക്കൗണ്ട് എന്ന് പറയുന്നത് paypal.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള നാട്ടിലെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഒരു പേയ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് ലിങ്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾക്കത് ആക്ടിവേറ്റ് ആവുന്നത്. എറ്റ്സി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ജ്വല്ലറി വിൽക്കാം, ജ്വല്ലറി ആൻഡ് ആക്സസറീസ്. നമുക്കറിയാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജ്വല്ലറി ഉണ്ടാക്കുന്നവരുണ്ട്, ഇയറിങ്സ് ഉണ്ടാക്കുന്നവരുണ്ട്, പേപ്പർ ജ്വല്ലറി ഉണ്ടാക്കുന്നവരുണ്ട്, ടെറക്കോട്ട ജ്വല്ലറി ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ വേരിയസ് സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏത് പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിൽക്കാം. ഈ കാണുന്നത് ഒരു ജ്വല്ലറിയിൽ ഇവർ ഒരു സ്റ്റോറാണ്, ഒരു ജ്വല്ലറി മാത്രം വിൽക്കുന്ന ഒരു സ്റ്റോറാണ്. ഇത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറാണ്. നമുക്ക് കാണാം ഇവർക്ക് കിട്ടിയിട്ടുള്ള റിവ്യൂസാണ് ഇതൊക്കെ. അവരെ പ്രൈസ് ചെയ്തിട്ടുള്ളതും നമുക്ക് കാണാം എത്രയാണ് റേറ്റ് ഏകദേശം വരുന്നത് എന്നുള്ളത്. ഒക്കെ ഒരു $20 എബവ് ആയിട്ടാണ് പ്രൈസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചില സ്റ്റോഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രൈസിങ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നും, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നമുക്ക് ഫൈനലായിട്ട് അതിൻ്റെ കോസ്റ്റൊക്കെ മാനേജ് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു റേറ്റ് തന്നെ സെറ്റ് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം ഇതിനകത്ത് കോസ്റ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജസ് ആണ്. ഇപ്പോൾ ഒരു ക്രോഷ്യ ബേബി ഹാറ്റും പിന്നെ ഒരു ബേബി ഷൂസിൻ്റെ ഒരു സെറ്റാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രൊഡക്ട്സ് വേണമെങ്കിൽ വിൽക്കാം. ഇതെല്ലാം ഈ മുകളിൽ കാണുന്നതെല്ലാം ഇതിനകത്ത് വിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന പ്രൊഡക്റ്റ് കാറ്റഗറീസാണ്. അപ്പോൾ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ട്സ് ഇതിനകത്ത് പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു റീസെല്ലിംഗ് പ്ലാറ്റ്ഫോം അല്ല. നിങ്ങൾക്ക് ബൾക്കായിട്ടൊരു സപ്ലയറിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്നോ പ്രൊഡക്ട്സ് മേടിച്ചിട്ട് അത് ഇതിനകത്ത് ഇടാമെന്ന് വെച്ചാൽ അത് നടക്കില്ല. ഇപ്പോൾ ഒരു ജ്വല്ലറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി നിങ്ങൾ ഉദ്ദേശിക്കുകയാണ്, അത് നിങ്ങൾ ബൾക്കായിട്ട് ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഇവിടെ റീസെല് ചെയ്യാം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഗതി ഇവിടെ ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ സ്വന്തം പ്രൊഡക്ട്സ് ആയിരിക്കണം, അത് ഹാൻഡ് മെയ്ഡ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമുണ്ട്. അതാണ് ഇവരുടെ ഒരു എജൻഡ എന്ന് പറയുന്നത്. പിന്നെ എറ്റ്സിയിൽ സെല്ലറാവുന്നതിൻ്റെ ഒരു വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് റിട്ടേൺസ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. എറ്റ്സി ഇതിനകത്ത് ഇൻവോൾവ് അല്ല ഈ റിട്ടേൺസിൻ്റെ കാര്യത്തിൽ. നിങ്ങൾക്ക് അതായത് സെല്ലേഴ്സിന് ഇൻഡിവിജ്വലി തീരുമാനമെടുക്കാം അവരുടെ പ്രൊഡക്ട്സ് റിട്ടേൺസ് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത്. റീഫണ്ടും അതുപോലെ തന്നെയാണ്, റീഫണ്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് എറ്റ്സി സെല്ലേഴ്സിന് തന്നെ ഇൻഡിവിജ്വലായിട്ട് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. എറ്റ്സിയുടെ മെയിൻ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്ക് കാണാം സെൽ ഓൺ എറ്റ്സി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് എടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് സെല്ലർ ആവുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാനായിട്ട് പറ്റും. എറ്റ്സി പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു സ്റ്റോർ ഉണ്ടാക്കുമ്പോൾ നമ്മളതിന് മിനിമം 20 പ്രൊഡക്ട്സ് എങ്കിലും ഇടണം എന്നുള്ളതാണ്. കാരണം ഒരു മിനിമം 20 പ്രൊഡക്ട്സ് എങ്കിലും ഇട്ടാലേ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾക്ക് അതിനകത്ത് വ്യൂസ് കിട്ടുള്ളൂ, നിങ്ങളുടെ ഐറ്റംസൊക്കെ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തുള്ളൂ. ഓരോ ഐറ്റംസ് എറ്റ്സി സ്റ്റോറിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് $0.20 അല്ലെങ്കിൽ 20 സെൻറ്റ്സ് ആണ് എറ്റ്സി നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യുന്നത്. പക്ഷേ എറ്റ്സി ഇന്ത്യ എന്ന പ്ലാറ്റ്ഫോം ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ സെല്ലേഴ്സിന് അവർ ഓൺബോർഡിങ് ചെയ്യാനായിട്ട് കുറച്ച് ഓഫേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഫസ്റ്റ് 20 ലിസ്റ്റിങ്സോ 30 ലിസ്റ്റിങ്സോ അവർ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു നല്ല സമയമാണ് നിങ്ങളുടെ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്തിടാനും അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ റെസ്പോൺസ് വരുന്നത് എന്നൊക്കെ നോക്കാനായിട്ടും.
ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഒരു 20 സെൻറ്റ്സ് പെർ ലിസ്റ്റിംഗ്, അതായത് ഒരു 13 രൂപ ഏകദേശം നമുക്ക് വരാം. ഒരു ലിസ്റ്റിംഗ് ചെയ്യാനായിട്ട്, ഒരു പ്രൊഡക്റ്റ് നമ്മൾ എറ്റ്സി സ്റ്റോറിൽ ഇടാനായിട്ട് നമുക്ക് 13 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതൊരു വൺ ടൈം ഫീ അല്ല. ഓരോ പ്രൊഡക്റ്റിനും സെയിൽസ് വരുന്നതിനനുസരിച്ച് അത് മാസം തോറും എറ്റ്സി ചാർജ് ചെയ്യും. അത് പോരാതെ നമുക്ക് എറ്റ്സിയുടെ കമ്മീഷൻ റേറ്റ്സ് വേറെ ഉണ്ട്. അതുപോലെ തന്നെ പേയ്പാലിൻ്റെ ഫീസായിട്ടും 5% ട്രാൻസാക്ഷൻ ഫീസ്. ടോട്ടൽ ഒരു ഏകദേശം 12% എറ്റ്സിയുടെ കമ്മീഷൻ റേറ്റ് ആയിട്ട് വരുന്നത്. അതിന് പുറമെ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഷിപ്പിംഗ് പാർട്ട്നേഴ്സിനെ കണ്ടെത്തി അവർ വഴി നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ഷിപ്പ് ചെയ്യാവുന്നതാണ്. ഷിപ്പിംഗ് ചാർജസ് ഒക്കെ ഓരോ ഐറ്റംസിനും എത്രയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു ലിസ്റ്റിങ്ങിൽ തന്നെ ഷിപ്പിംഗ് ചാർജസ് മെൻഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ ഓരോ റീജിയനിലേക്കും ഇത്രയാണ് ഷിപ്പിംഗ് ചാർജസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാവുന്നതാണ്. ആ ഒരു ചാർജസ് നിങ്ങൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി പ്രൈസിൻ്റെ കൂട്ടത്തിൽ കാണിച്ചാൽ മതി. അതൊക്കെ നിങ്ങളുടെ താല്പര്യാർത്ഥം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി എറ്റ്സി പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അദ്ദേഹം എറ്റ്സിയുടെ തന്നെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും എല്ലാം അറിയുന്ന ഒരാളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള സ്റ്റോർ സെറ്റപ്പ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഈ ഒരു സ്റ്റോറും ലിസ്റ്റിങ്ങുമായിട്ടും എല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തിനോട് ചോദിക്കാവുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് സ്റ്റോർ സെറ്റപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾ തുടങ്ങുക. കാരണം നിങ്ങൾക്കൊരു കൂപ്പൺ കോഡ് കിട്ടുന്നതാണ്. ആ കൂപ്പൺ കോഡ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് 30 ലിസ്റ്റിങ്സ് ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അല്ലാത്ത പക്ഷം നിങ്ങൾ തുടങ്ങി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിംഗ് നിങ്ങൾ ചെയ്തു എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ചാർജബിൾ ആവുന്നതാണ്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വിളിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ മന്ത്ലി പിന്നെ നിങ്ങൾ ഈ ഒരു ചാർജസ് പേ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം വരുന്നത്, ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന് വേറെ ഓർഡേഴ്സ് ഒന്നും വന്നില്ല എങ്കിൽ അത് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് 4 മാസം വരെ ഈ ഒരു റേറ്റിൽ തന്നെ, അതായത് $0.20 അല്ലെങ്കിൽ 20 സെൻറ്റ്സ് അല്ലെങ്കിൽ 13 രൂപ എന്ന് പറഞ്ഞല്ലോ, ആ ഒരു റേറ്റിൽ തന്നെ നിങ്ങൾക്ക് 4 മാസം വരെ ആ ഒരു പ്രൊഡക്റ്റിനെ അങ്ങനെ തന്നെ നിലനിർത്താനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുമ്പ് ഒരു ഓർഡർ വന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റ് നിങ്ങൾ ആ ഒരു മാസം പേ ചെയ്യേണ്ടി വരും. ഇനി ഒരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, പേയ്മെൻറ്റ്സ് ആദ്യം ആരാണ് റിസീവ് ചെയ്യുന്നത്? എറ്റ്സി ആണോ റിസീവ് ചെയ്യുന്നത് അതോ നിങ്ങളാണോ റിസീവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സെല്ലർ എന്ന രീതിയിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പേയ്പാൽ അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ പേയ്മെൻറ്റ്സ് വരുന്നത്. അതിനുശേഷം നിങ്ങൾ ആ ഒരു മാസം എൻഡിനോട് ചേർന്നിട്ട് നിങ്ങൾക്ക് എറ്റ്സിയുടെ ഫീസും ബാക്കി കാര്യങ്ങളും നിങ്ങൾ എറ്റ്സിയുടെ നിങ്ങളുടെ സ്റ്റോറിൽ വന്നിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങളുടെ സ്റ്റോർ, അതായത് എറ്റ്സി സ്റ്റോർ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ പറ്റുമോ എന്നുള്ളതാണ്. അത് പറ്റില്ല. ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ഡ്യൂ ഉള്ളത് ആ ഒരു ഡ്യൂ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റോർ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. ഇനി എറ്റ്സിയിലെ എൻ്റെ ഒരു ചെറിയൊരു സെല്ലിംഗ് എക്സ്പീരിയൻസ് കൂടി ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ സെല് ചെയ്തിരുന്നത് കോസ്മെറ്റിക് ലൈൻ ഓഫ് പ്രൊഡക്ട്സ് ആയിരുന്നു. മാത്രമല്ല, എൻ്റെ പ്രൊഡക്റ്റിനായിട്ട് ഞാനൊരു സ്റ്റോർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വർഷം മുമ്പൊക്കെ ആയിട്ട്. ഇപ്പോൾ ഞാൻ ഈ ഫൈനലായിട്ട് എൻ്റെ സ്റ്റോർ ലൈവ് ആക്കുന്നതിന് മുമ്പ് 1 വർഷം മുമ്പൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഈ ഒരു FAQ വായിച്ചിട്ടൊന്നും എനിക്ക് കംപ്ലീറ്റ് അതിൻ്റെ ഐഡിയ അങ്ങോട്ട് ക്ലിയർ ആയില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു ഞാൻ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലെങ്ങാനും അവരുടെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു. അതായത് എറ്റ്സി സെല്ലർ ആവാനുള്ള ആഡ്സ് അവർ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അവരുടെ ഒരു ഫോം ഉണ്ടായിരുന്നു. ആ ഫോം ഫില്ല് ചെയ്തത് പ്രകാരം ഇദ്ദേഹം, അതായത് മിസ്റ്റർ ആശിഷ്, എന്നെ കോൺടാക്ട് ചെയ്തു. അങ്ങനെയായിരുന്നു എനിക്ക് കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായത്. അങ്ങനെ അദ്ദേഹം കൂടി സഹായിച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റോർ ഫൈനലായിട്ട് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാനൊരു പ്രൊഡക്റ്റ് ഓൾറെഡി ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ആ ഒരു പ്രൊഡക്റ്റിന് എനിക്ക് 13 രൂപ പിന്നെയും ചാർജബിൾ ആയിട്ട് വരും എന്നുള്ളത്. ബാക്കി പ്രൊഡക്ട്സ് എല്ലാം എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. അത് ഞാൻ പറഞ്ഞല്ലോ, എറ്റ്സി ഇന്ത്യയുടെ പ്ലാറ്റ്ഫോമിലേക്ക് സെല്ലേഴ്സിനെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഓഫർ ചെയ്യുന്നതാണ്. അത് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡ് കഴിഞ്ഞു. കൊറിയേഴ്സൊക്കെ
സ്റ്റാർട്ടായി അവരൊക്കെ ഷിപ്പിംഗ് ഓർഡേഴ്സൊക്കെ എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ സ്റ്റോർ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡക്ട്സിനൊക്കെ ഷിപ്പിംഗ് ചാർജസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് റെഗുലറായിട്ട് എങ്ങനെയാണോ ഷിപ്പിംഗ് റേറ്റ്സ് ഉണ്ടായിരുന്നത് ആ ഒരു നിരക്ക് തന്നെയായിരുന്നു. കാരണം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന റെപ്രസെൻറ്റേറ്റീവ് തന്നിട്ടുണ്ടായിരുന്ന ഏകദേശം ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു ഞാൻ പ്രൊഡക്റ്റിൻ്റെ ഷിപ്പിംഗ് ചാർജസും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ലോക്ക്ഡൗൺ കഴിഞ്ഞ ആ ഒരു ഇമ്മീഡിയറ്റ് ഫേസിൽ തന്നെയാണല്ലോ എൻ്റെ സ്റ്റോർ ലോഞ്ച് ചെയ്തതും. അപ്പോൾ ഷിപ്പിംഗ് ചാർജസൊക്കെ നമുക്കറിയാം എക്സോർബിറ്റൻ്റ്ലി ഹ്യൂജ് ആയിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഷിപ്പ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു, റേറ്റ് ഒക്കെ കൂടുതലായിരുന്നു. ഓൺലൈൻ ഓർഡേഴ്സൊക്കെ എടുക്കുന്നവർക്കറിയാം. അപ്പോൾ ഈ അബ്രോഡും കൂടി ആകുമ്പോൾ മിക്ക കൊറിയേഴ്സും ഒന്നല്ലെങ്കിൽ എടുക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹൈ ചാർജസ് അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഓർഡേഴ്സിന് അത് ബുദ്ധിമുട്ടായിട്ട് വന്നു. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന മിസ്റ്റേക്ക്. എന്നെ ഈ ഹെൽപ്പ് ചെയ്ത റെപ്രസെൻറ്റേറ്റീവ് പറയുന്നത് മാത്രമേ ഞാൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റേതായിട്ടുള്ള ആ ഒരു തിങ്കിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു. എൻ്റെ സ്റ്റോർ ലോഞ്ച് ചെയ്ത ഒരു 2 വീക്സിനകത്തോ അല്ലെങ്കിൽ 3 വീക്സിനകത്ത് തന്നെ എനിക്ക് ഒരു 20 ഓർഡേഴ്സ് എബോ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഷിപ്പിംഗ് റേറ്റിൽ എനിക്കിത് കോസ്റ്റ് എന്തായാലും കവർ ആവില്ല. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡക്ട്സിന് പ്രൈസ് സെറ്റ് ചെയ്തിട്ടുള്ളതിനേക്കാൾ ഇരട്ടിയോ 3 ഇരട്ടിയൊക്കെയാണ് ഷിപ്പിംഗ് ചാർജസ് ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മാത്രമല്ല ഈ ഓർഡേഴ്സിന് പുറമെ പിന്നീടും പുതിയ ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ സ്റ്റോർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിടണം എന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റോർ ഹോളിഡേ മോഡിലിട്ടു. എന്നിട്ട് ഇൻഡിവിജ്വലി എനിക്ക് ഈ ഒരു ഓർഡേഴ്സ് എല്ലാം തന്ന ബയേഴ്സ് ഉണ്ടല്ലോ, അവരെ അടുത്ത് ഇൻഡിവിജ്വലി അവർക്ക് മെസ്സേജ് ചെയ്തു. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്യൂസ്, എനിക്ക് ഓർഡർ പ്രോസസ്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, നിങ്ങളുടെ പേപാൽ ഡീറ്റെയിൽസ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ റീഫണ്ട് അയക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോളജൈസ് ചെയ്യുന്ന രീതിയിൽ മെസ്സേജ് ചെയ്തു. അങ്ങനെ ഒരുപാട് പേരൊക്കെ വില്ലിങ് ആയിരുന്നു. പിന്നെ ചിലരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പ്രൊഡക്ട്സ് കിട്ടാനായിട്ട്. അവർ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്ന മെസ്സേജസ് ഒക്കെ നമുക്ക് അയക്കും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമുക്ക് പോയിട്ട് ഓർഡേഴ്സ് അയക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ റീഫണ്ട് എടുത്തോളൂ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ ചിലരൊക്കെ ഇത് നിങ്ങൾക്ക് മുമ്പ് അറിയില്ലായിരുന്നു ഈ പാൻഡമിക് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ആണ്, ഷിപ്പിംഗ് എങ്ങനെയാണെന്നൊന്നും നിങ്ങൾക്ക് മുമ്പ് അറിയില്ലായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചൂടാവുന്നവരുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ കാമായിട്ട് നമ്മുടെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുക. ഇതെല്ലാം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്പെഷ്യലി അബ്രോഡുള്ള കസ്റ്റമേഴ്സ് ആകുമ്പോൾ അവർ റൂഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അവർ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക്, ചിലപ്പോൾ നമുക്ക് അത് വലിയൊരു മിസ്റ്റേക്കായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല, പക്ഷേ അവരത് ഭയങ്കര വലിയ സംഭവമായിട്ട് അങ്ങോട്ട് എടുത്തു കളയും. അപ്പോഴും നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള അവർക്കൊരു ബുദ്ധിമുട്ട് വന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ അപ്പോളജൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അവർ കോപ്പറേറ്റീവ് തന്നെയായിരുന്നു. അവരുടെ പേപാൽ ഡീറ്റെയിൽസ് ഒക്കെ തന്നു, നമ്മൾ റീഫണ്ടൊക്കെ പ്രോസസ്സ് ചെയ്തു. പിന്നെ എനിക്ക് ബൾക്കായിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇമെയിലായിട്ടാണ് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കംപ്ലീറ്റ്ലി Etsy ത്രൂ ആണോ വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും സംശയമാണ്. പക്ഷേ അങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു ഷിപ്പിംഗ് റേറ്റ്സും ആ സമയത്ത് തന്നെ ഒരു 4000 എബോ ഒക്കെ ആ ഒരു ഷിപ്പിംഗ് റേറ്റ് മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കസ്റ്റമർ വില്ലിങ് ആയിരുന്നു അത് പേ ചെയ്യാനായിട്ട്. അങ്ങനെ എനിക്ക് പേപാലായിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടി. എന്നിട്ട് നമ്മളത് ഓർഡർ UK അയച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഓർഡേഴ്സും നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇപ്പോഴും എൻ്റെ ഈ ഒരു Etsy സ്റ്റോർ വെക്കേഷൻ മോഡിൽ തന്നെയാണ്. ഞാൻ അതിന് ശേഷം പിന്നെ അത് ലൈവ് ആക്കിയിട്ടില്ല. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. എൻ്റെ പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഷിപ്പിംഗ് ഒക്കെ ഒന്നുകൂടി സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ റിലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എനിക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായത് ഇന്ത്യ പോസ്റ്റിൽ തന്നെ നമുക്ക് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാതെ തന്നെ അയക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് അബ്രോഡ് ഷിപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതല്ലാതെ ചില കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യും ഇന്ന കൊറിയർ പാർട്ട്ണർ വേണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് DHLൻ്റെയോ അല്ലെങ്കിൽ FedExൻ്റെയോ അവരുടെ അടുത്ത് നിന്ന് കോഡ്സ് എടുത്തിട്ട് അവരുടെ റേറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ താഴെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഷിപ്പിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞ് കാണിക്കാവുന്നതാണ്. ഇന്ത്യ പോസ്റ്റ്, DHL അങ്ങനെ പറഞ്ഞിട്ട് കാണിക്കാം സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ്സും ഓട്ടോമാറ്റിക്കലി ലോഡ് ആവുന്നതാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് അവരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു അഫോർഡബിൾ ആയിട്ട് അയക്കാൻ പറ്റുന്ന ഇന്ത്യ പോസ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞല്ലോ, ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ഇല്ലാതെ അയക്കാൻ പറ്റുന്ന പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലോക്ക്ഡൗൺ കഴിഞ്ഞ ആ ഒരു സമയം കുറേ കാലത്തേക്ക് അവരത് നിർത്തി വെച്ചേക്കായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും ആക്റ്റീവായിട്ട് ഉണ്ടാവണം എന്ന് തോന്നുന്നു.
അപ്പോൾ ഇത്രയുമാണ് എറ്റ്സി പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്നുള്ളത്. ഈ ഒരു വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.